പൊട്ടുകുത്താൻ ഫോൺ എടുക്കുകയാണ് അവൾ. മൊബൈലിൽ ക്യാമറ ഓൺ ചെയ്തിട്ട് അവളുടെ സൗന്ദര്യം നോക്കണം. മുടിയിരുന്നത് മൊബൈലിലെ ക്യാമറയിൽ നോക്കിയിട്ടല്ലേ. അപ്പോൾ വാൽക്കണ്ണാടിയിൽ നിന്നും മൊബൈലിലോട്ട് വന്നു. അതേ ധാരയെ തന്നെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണ്. ഒരു ട്രാൻസിഷൻ. അപ്പം അത് നമുക്ക് കാണാൻ, നമ്മൾ കണ്ണ് തുറന്ന് പിടിക്കുക എന്താണ് ഈ കുട്ടി. അപ്പം നമ്മുടെ പാട്ടിൻ്റെ കുറേ സ്വീകാര്യത ഇപ്പം എൻ്റെ സ്പോട്ടിഫൈ ഒക്കെ നോക്കിയാൽ അതിൻ്റെ ലിസണേഴ്സ് നോക്കുമ്പോൾ ഒരു 27 അണ്ടറാണ് എൻ്റെ ഒരു 75% ലിസണേഴ്സും. അപ്പം ഞാനായിരിക്കുന്ന അവരുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. നിരന്തരമായിട്ടത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അത് അവിടെ ഇപ്പം നമ്മളിപ്പോൾ തേടി നടന്നൊരു തേനീച്ച എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ എല്ലാവരും അയ്യോ ഒരു എന്തോ ഒരു സാധനം ഉണ്ട് എന്ന് തോന്നല. അതിൻ്റെ അകത്ത് ഒരു സ്വീറ്റ്നെസ്, ഒരു സാധനം ഉണ്ട് എന്നതൊരു തോന്നല. അത് ഏറ്റവും കൂടുതൽ ഒരു പ്രജുഡിസും ഇല്ലാതെ അക്സെപ്റ്റ് ചെയ്യുന്നത് യങ്സ്റ്റേഴ്സാണ്. അവർക്ക് വലിയ വേറെ ചിന്തകളുടെ ഭാരമൊന്നുമില്ല. അവരതിങ്ങനെ അങ്ങ് കെട്ടിപ്പിടിക്കും. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന പുതിയ പാട്ടുകളൊക്കെ ആണെങ്കിലും ഇപ്പോൾ അംശം അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ അല്ലെങ്കിൽ നമ്മൾ കല്യാണി എന്നൊക്കെ പറഞ്ഞ പാട്ട്, അല്ലെങ്കിൽ മെച്ചാറൊക്കെ ചെയ്യുന്ന ഡാബ്സ് ചെയ്യുന്ന മറ്റൊരു ഇതിൻ്റെയൊക്കെ സ്വീകാര്യത കുട്ടികൾ എത്ര സ്വീകരിക്കുന്നതിൻ്റെ കാര്യം തന്നെ. അവർ വേറെ അതിനെ ഇത് എങ്ങനെ ചെയ്തിരുന്നത് നല്ലതായിരുന്നു, ഇങ്ങനെ അല്ല പഴയത്, അങ്ങനെ ഒന്നും ചിന്തിക്കാതെ അതിൻ്റെ മെറിറ്റിൽ അങ്ങ് പുലുകുന്ന ഒരു ജനറേഷൻ ഉണ്ട്. അവിടെയാണ് എനിക്കൊക്കെ ഒരു സ്പേസ് കിട്ടിയതെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഒരു ജനറേഷൻ വന്നതുകൊണ്ട്.